സമുദ്ര സുരക്ഷയിൽ ശക്തമായ നീക്കങ്ങളുമായി ഇന്ത്യൻ നാവികസേനയുടെ തേരോട്ടം തുടരുന്നു. തദ്ദേശീയമായി വികസിപ്പിച്ച സ്വയം നിയന്ത്രിത അതിവേഗ ബോട്ടുകളുടെ പരീക്ഷണം കഴിഞ്ഞ ദിവസം നടത്തി. ഈ ആളില്ലാ ബോട്ടുകൾ ഇന്ത്യയുടെ തീരദേശ സുരക്ഷയിൽ വലിയ മുന്നേറ്റമുണ്ടാക്കും. ഉയർന്ന വേഗതയും ദ്രുതഗതിയിലുള്ള നീക്കങ്ങളും ലക്ഷ്യമിട്ടാണ് ഇവ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ തീരപ്രദേശത്ത് പെട്രോളിംഗ് നടത്താൻ അനുയോജ്യമായ രീതിയിലാണ് ഇവയുടെ നിർമ്മാണം. അപകട സാധ്യത കുറയ്ക്കുകയും പ്രവർത്തനശേഷി വർദ്ധിപ്പിക്കുകയുമാണ് ഇത്തരത്തിലുള്ള ഓട്ടോണമസ് ഫാസ്റ്റ് ഇന്റർസെപ്റ്റർ ബോട്ടുകളുടെ നിർമ്മാണത്തിന് പിന്നിൽ. ബോട്ടുകളുടെ ഓട്ടോണമസ് നേവിഗേഷൻ, സെൻസർ പെർഫോമൻസ്, വിശ്വാസ്യത എന്നിവ ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള പരീക്ഷണങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. നാവികസേനയും ഇലക്ട്രോണിക് സിസ്റ്റംസ് എഞ്ചിനീയറിംഗ് എസ്റ്റാബ്ലിഷ്മെന്റും ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡും ചേർന്നാണ് സ്വയം നിയന്ത്രിത അതിവേഗ ബോട്ടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. കടൽ വഴിയുള്ള നുഴഞ്ഞുകയറ്റ ശ്രമങ്ങളും ലഹരിക്കടത്തുകളും മറ്റും തടയാനും ഇന്ത്യയുടെ തീരപ്രദേശങ്ങളിൽ കൂടുതൽ ശക്തമായ നിരീക്ഷണം നടത്താനും ഇത്തരം ബോട്ടുകൾ വഴി സാധിക്കും. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കീഴിലാണ് ഈ ബോട്ടുകൾ നിർമ്മിച്ചത്. മാത്രമല്ല, അതിനൂതന എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ സൗകര്യങ്ങളോടുകൂടിയ 6 അന്തർവാഹിനികൾ 60,000 കോടി രൂപ ചിലവിൽ നിർമ്മിക്കാനും നാവികസേന പദ്ധതി തയ്യാറാക്കി കഴിഞ്ഞു. അന്തർവാഹിനികൾ തദ്ദേശീയമായി നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി ടെൻഡർ നടപടികൾ നാവികസേന ആരംഭിച്ചു കഴിഞ്ഞു. എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ അഥവാ AIP സാങ്കേതിക വിദ്യയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ളതായിരിക്കും പുതിയ അന്തർവാഹിനികൾ. മേക്ക് ഇൻ ഇന്ത്യ പ്രോഗ്രാമിന് കീഴിൽ രാജ്യത്ത് തന്നെ നിർമ്മിക്കുന്നതിലൂടെ ഇന്ത്യൻ പ്രതിരോധ നിർമ്മാണ കമ്പനികൾക്ക് 30,000 കോടി രൂപ അധികം ബിസിനസ് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സാധാരണ അന്തർവാഹിനികളെ അപേക്ഷിച്ച് AIP ഉപയോഗിച്ചാൽ കൂടുതൽ സമയം സമുദ്രത്തിൽ കഴിയാൻ അന്തർവാഹിനികൾക്ക് സാധിക്കും. സമുദ്രത്തിനുള്ളിൽ കഴിയുമ്പോൾ പോലും AIP സാങ്കേതിക വിദ്യയിലൂടെ വൈദ്യുതി നിർമ്മിക്കാനാകും. ഇതുവഴി പ്രൊപ്പല്ലർ ബാറ്ററികൾ റീചാർജ് ചെയ്യാനും അന്തർവാഹിനികളിലെ വൈദ്യുതി ആവശ്യമായ മറ്റുപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാനും സാധിക്കുന്ന വിധത്തിലായിരിക്കും പുതിയ അന്തർവാഹിനികളുടെ നിർമ്മാണം.